ഇതാണ് എൻ്റെ ചേച്ചിയും ചേട്ടത്തിയും ചേട്ടനും മൂത്ത ചേട്ടൻ ചേട്ടനും ചേച്ചിയുടെ കുട്ടികളും ഉണ്ട് ഇവിടെ. എൻ്റെ അളിയൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇല്ല, നിവേദിത സഞ്ജീവ്, നിങ്ങളെല്ലാവരും അറിയുമെന്ന് വിചാരിക്കുന്നു. സീരിയലിലും സിനിമകളിലൊക്കെ കാണണം. ഇപ്പോൾ ചേച്ചി അഭിനയം നിർത്തി, ചേച്ചി ബഹ്റിനിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബഹ്റിനിലാണ് ബാബുചേട്ടൻ അവിടെ എഞ്ചിനീയറാണ്. പിന്നെ ഞാൻ ഇവരുടെ ചേച്ചിയുടെ ഒപ്പമാണ് ശരിക്കും ബാംഗ്ലൂരിൽ ഞാൻ പഠിച്ചത്. അടുത്താണ് എൻ്റെ ചേച്ചി ദിവ്യ ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എല്ലാവരും അറിയപ്പെടുന്ന ദിവ്യ എന്നാണ്. മധുചേട്ടൻ്റെ വൈഫ്, പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ്റെ വൈഫ്. അപ്പം മധുചേട്ടനെ കുറിച്ച് മിക്കവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിവ്യ ചേച്ചിയുടെ ഒപ്പമായിരുന്നു എൻ്റെ ബാല്യകാലം. ചെറുപ്പം മുതൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഉണക്കപ്പേരക്കയിൽ ബോൾ എറിഞ്ഞു തന്നിരുന്നത് എൻ്റെ ചേച്ചിയാണ്. ചെറുപ്പത്തിൽ പ്ലാസ്റ്റിക് ബാറ്റ് ഗവാസ്കറിൻ്റെ സുനിൽ ഗവാസ്കറിൻ്റെ പ്ലാസ്റ്റിക് ബാറ്റിൽ വേണമെന്ന് വാശി പിടിച്ച് അമ്മാവനോടൊക്കെ പറഞ്ഞ് മേടിച്ചെന്ന് ചേച്ചിയായിരുന്നു. അതങ്ങനെ കാക്കൂരാണ് ഞാൻ എൻ്റെ ചെറുപ്പം മൊത്തം അമ്മൂമ്മയുടെ ഒപ്പം, കാക്കൂർ അമ്മയുടെ ഒപ്പം. പിന്നെ എൻ്റെ ഏടത്തിയാണ് ആയിരിക്കുന്നത്. ഏടത്തിയും ചേട്ടൻ്റെ വൈഫാണ്. ചേട്ടൻ എൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോച്ച്, എന്നെ വാശി പിടിപ്പിച്ച ചേട്ടൻ. ചേച്ചിയുടെ കുട്ടിയാണ് നിഖിൽ, ഭവൻസ് പഠിക്കുന്നു. നിഖിലിൻ്റെ അനിയത്തിയാണ് നിരഞ്ജനി, അല്ലമീന് പഠിക്കുന്നു, സ്കൂളിൽ പോയിരിക്കുകയാണ്, എത്തിയിട്ടില്ല. പിന്നെ അതാണ് സോന ചേട്ടൻ്റെ മോളാണ്, നേവൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. മധുചേട്ടനും ദിവ്യ ചേച്ചിയുടെയും ഏക മോനാണ്. മാധവ് ചോയ്സ് സ്കൂളിൽ ആണ് പഠിക്കുന്നത്. എനിവേ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് എൻ്റെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ചോദിക്കാം. കോതമംഗലത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്ക് വന്നതാണ് ഒരു ശരിക്കും ഇവന് ക്രിക്കറ്റിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഇവിടെ വരികയും പിന്നെ അണ്ടർ 13 അതിന് മെയിൻ കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ് തൃശ്ശൂരുള്ളത്. ആ ജയകൃഷ്ണനാണ് ഇതിൻ്റെ കട്ടിങ്സ് കൊണ്ടുവന്ന് ശ്രീശാന്തിനെ അതിന് വിടാൻ പറഞ്ഞപ്പോൾ ഞാനപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഞാൻ പറഞ്ഞു അവൻ പഠിച്ചു കഴിഞ്ഞ് SSC കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷേ അപ്പം ജയകൃഷ്ണൻ്റെ പറഞ്ഞു, ജയകൃഷ്ണൻ ഐ തിങ്ക് അവന് ഡിസ്ട്രിക്റ്റിലും ഒക്കെ കളിച്ചിരുന്ന, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്ലെയർ ആയിരുന്നു. പിന്നെ ശ്രീശാന്തിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ പക്ഷേ അവൻ്റെ വേറൊരു വേൾഡാണ്. പിന്നെ അവന് ഇഷ്ടം പോലെ ഫ്രണ്ട്സും ഉണ്ട്. പക്ഷേ ഫ്രണ്ട്സിനെ എങ്ങനെ നിലനിർത്താം, അല്ലെ ആരൊക്കെ കൊണ്ട് നടത്താം എന്നുള്ള അങ്ങനെ ഒരു ചില തീരുമാനങ്ങൾ അവനുണ്ട്. പിന്നെ ഗേൾ ഫ്രണ്ട്സ്, ഷുവർ ഇപ്പോഴത്തെ പ്രായം പറയുകയാണെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഈയിടെയായിട്ട് വളരെ കൂടുതലാണ്. ഫോൺ കോൾസ് കൂടുതൽ അറ്റൻഡ് ചെയ്ത് ഞാനാണ്. പിന്നെ പലപ്പോഴും അവൻ്റെ നമ്പറാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എൻ്റെ നമ്പറാണ്, എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ശ്രീശാന്ത് ആവാറുണ്ട്. പിന്നെ എടത്തി ഇപ്പോൾ ടാറ്റ ഇൻഡികോമിൽ വർക്ക് ചെയ്യുന്നു, പാലരുവറ്റത്താണ് ഓഫീസ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങിയിട്ട് ചെറിയ കുട്ടിയായിരുന്നു അന്ന് എന്നെക്കാട്ടിലും ഇത്രയേ ഉള്ളൂ. ഞാൻ ആകെ 5 ഫീറ്റേ ഉള്ളൂ. അപ്പോൾ അതിനെക്കാട്ടിലും ചെറുതായിരുന്നു ശ്രീശാന്താണ്. അപ്പോൾ ഞങ്ങളെല്ലാം വീട്ടിൽ ഗോപുന്നാണ് വിളിക്കുക. ഗോപുവിനെ കാണുമ്പോൾ സാധാരണ റേഞ്ചിൽ ആ പ്രായത്തിലുള്ള പിള്ളേരിൽ കാണുന്നതല്ല ഗോപുവിൽ കണ്ടിരുന്നത്. ഗോപു പണ്ട് തുടങ്ങിയ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. അവന് എന്ത് വേണമെന്നുണ്ടെങ്കിൽ അവനത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും. അതേപോലെ ഭയങ്കര ഡിസിപ്ലിൻഡ് കിഡായിരുന്നു. അടുത്ത ദിവസം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ച് അവൻ്റെ ഉള്ള സ്ഥലം എവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കണ മേശയാണെങ്കിലും ഇതെല്ലാം സാധാരണ കുട്ടികൾ ഉടുപ്പെല്ലാം അങ്ങനെ തോന്നിയ മാതിരി ഇട്ടിട്ട് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ ഇവൻ അന്ന് തുടങ്ങി, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി കാണുന്നതാണ് അവൻ്റെ എല്ലാ ഡ്രസ്സുകളെല്ലാം ഭംഗിയായി അടുക്കി ഒതുക്കി വെച്ച് തേച്ച് അങ്ങനെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഞാൻ ശ്രീശാന്തിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നേ എന്തെങ്കിലും ഒരു ഇതായി തീരുന്നുള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ വിചാരിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ശ്രീശാന്ത് ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പെയിൻറ്റർ അങ്ങനെയുള്ള ഒന്നായിരിക്കും ഫേമസ് ആവുന്ന വിചാരിച്ചിരുന്നത്. കാരണം നിറയെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പൊ ചെയ്യാറ് കാണാറില്ല, എന്നാലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കളി ഉണ്ടായിരുന്നു കൊണ്ടും, പക്ഷെ കൂടുതൽ അങ്ങനത്തെ ഇതിൽ ഫേമസ് ആവുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് ഒരു വഴിക്കുമായി ഇങ്ങനെ വന്നത്. ചേച്ചിയാണ് എന്നെ നോക്കി വളർത്തിയെടുത്തത് എന്നൊക്കെ തന്നെ പറയാനുള്ളൂ. ഗോപുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. 9th സ്റ്റാൻഡേർഡ് വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആള് ചെറുപ്പം മുതലേ ഇതുപോലെ തന്നെ എല്ലാം ഞാനിപ്പോൾ അയൺ ചെയ്ത് കൊടുത്താൽ പോലും ആള് പറയും ഇല്ല ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല പ്രസ് ചെയ്ത് വീണ്ടും ആ മടക്കൊക്കെ എടുത്ത് വീണ്ടും പ്രസ് ചെയ്തിട്ടൊക്കെ ഡ്രസ്സ് ഇടുള്ളൂ. അതുപോലെ ഷൂസൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഒരു LKG മുതലേ ആളെപ്പോഴും പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. ചേച്ചിയുടെ കൂടെയായിരുന്നു ബാംഗ്ലൂർ. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ എനിക്ക് എടുത്തു പറയാനുള്ള ഇതിൻ്റെ കഠിനാധ്വാനം തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് വിദ്യാരണ്യൂര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 16 കിലോമീറ്റേഴ്സിന് മേലെയുണ്ട് ഇതിൻ്റെ സ്കൂൾ വരെ.
ഇവന് 4:30 മണിയാകുമ്പോഴത്തേക്കും ഇവന് ആഹാരവും കൊടുത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഇത്രേ ഉള്ളൂ, പൊക്കോ ഇല്ല, മെലിഞ്ഞുണങ്ങിയ ഒരു പാവം പയ്യനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വർത്താനം പോലും പറയാറില്ലാത്ത ഒരു പാവം പയ്യനായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ഒരു മാഡായിരുന്നു. അവരൊക്കെ വിളിച്ച് എപ്പോഴും പറയും ഈ പയ്യനൊന്ന് ജസ്റ്റ് ഒന്നൊരു സ്മാർട്ടാക്കി എടുക്കുക എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇവൻ സ്മാർട്ടായിരുന്നു, പക്ഷേ അവിടെ ഇതിലും വലിയ ജഗജില്ലന്മാരായിരുന്നു എന്ന് തോന്നുന്നു ക്ലാസ്സിലുള്ള. അപ്പോൾ ഇവനങ്ങ് പാവമായതായിരിക്കാം. ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ദ വൺ ഹു ഇസ് ബിഹൈൻഡ് മൈ സക്സസ്. ഐ മീൻ ഇവരുടെ രണ്ടൊരു അനുഗ്രഹവും പ്രാർത്ഥനയും ഇല്ലാണ്ട് ഒരിക്കലും എവിടെ എത്താൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴും ഇവരുടെ ഫുൾ സപ്പോർട്ട്. ഐ മീൻ ഇവൻ ബാംഗ്ലൂർ പോയി പഠിക്കാനും എല്ലാം ഉണ്ട്. എൻ്റെ അച്ഛൻ VS നായർ, റിട്ടയർഡ് ആണ് LIC-യിൽ. അമ്മ TN സാവിത്രി ദേവി, തൃപ്പൂണിത്തുറ ഓഫീസറാണ്, സബ് ട്രഷറിയിൽ. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പല ചെറുപ്പകാലങ്ങളിൽ പലതും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കുറേ വളരാനുള്ള ഇൻസിഡൻസ് ഉണ്ട്. അച്ഛനോടും അമ്മയോടും തന്നെ ചോദിക്കുക, അച്ഛന് എന്താണ് അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ഒരു അഭിപ്രായങ്ങളും, എങ്ങനെയാണ് ഞാൻ വന്നത്, എങ്ങനെ ബാംഗ്ലൂർക്ക് പോയെന്നും, അങ്ങനെ പലർക്കും പലതും അറിയാൻ ആഗ്രഹമുണ്ട്. ഗോപുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശ്രീശാന്തിനെ ഗോപു എന്നാണ് വിളിക്കുന്നത്. വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഈ എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഗോപുവിൻ്റെ കസിൻസ് ഈ ഒഴിവ് സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ ധാരാളമായിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഗ്രൗണ്ടില്ല, വഴിയുള്ള ആ ഭാഗത്ത് മുറ്റത്തെല്ലാം കളിക്കുമായിരുന്നു ക്രിക്കറ്റ്. അപ്പോൾ ഇവൻ വളരെ കൊച്ചു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ പന്ത് വെറുക്കാനാണ് അവർ ഉപയോഗിക്കാറുള്ളൂ. അവനെ മാറ്റി നിർത്തിയാണ് പതിവ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന്മാരോട് ചെറിയ തോതിൽ അവൻ്റെ മനസ്സിലൊരു വിദ്വേഷം തന്നെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വാശി, ആ വാശിയാണ് ഈ രീതിയിൽ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുവാനും കളിക്കുവാനും അങ്ങനെ ഉയരുവാനുമുള്ള ഒരു താല്പര്യം അവൻ്റെ എന്നുള്ളതാണ് എൻ്റെ നിഗമനം. അമ്മ പറയാം, അമ്മയ്ക്ക് എന്ത് തോന്നും, ഞാൻ എന്താണ് ക്രിക്കറ്റ് എടുക്കാൻ കാരണം? അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ പഠിക്കണം, ഫുൾ ടൈം പഠിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാ അമ്മമാരെ പോലെ എനിക്ക് ഇവൻ പഠിച്ചൊരു വലിയ ആളാവണമെന്നായിരുന്നു ആഗ്രഹം. പഠിച്ച് നല്ല നിലയിലെത്തണം, ഒരു നല്ല ജോലി സമ്പാദിച്ച് അച്ഛനെയും അമ്മയൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ നോക്കുന്നുണ്ട്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവനതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണ്, നന്നായി വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ മോൻ ഇവിടെ വരെ എത്തിയ സന്തോഷം. പിന്നെ എല്ലാം ദൈവാധീനമാണ്, യാതൊരു സംശയമില്ല. ഇവിടെ ഇവൻ്റെ സ്ഥിരോത്സാഹവും ആണ് കേട്ടോ, സ്ഥിരോത്സാഹമുണ്ട്. പിന്നെ ഒരു എയിം എപ്പോഴും അവനുണ്ടായിരുന്നു, ഇങ്ങനെ എത്തണം. അതിനുവേണ്ടി അവൻ ഒത്തിരി സാക്രിഫൈസ് ചെയ്യായിരുന്നു. അവൻ്റെ കസിൻസിൻ്റെ കല്യാണങ്ങൾ, അങ്ങനെ ഒക്കെ വീട്ടിലുണ്ടാകുന്ന വലിയ ഫങ്ഷൻസൊക്കെ അവൻ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ മാറി നിന്നാണ് അവൻ ഇവിടെ വരെ എത്തിയത്. അതിന് ഏറ്റവും പ്രധാനം അവൻ്റെ എയിമായിരുന്നു. അവന് ക്രിക്കറ്റിലെ ഇനിയും ഉയരണം എന്നാണ് അവൻ്റെ ആഗ്രഹം.